ഏട്ടൻ ഒരുപാട് സമ്മാനങ്ങളായിട്ട് വന്നു. അത് കയ്യിൽ കൊടുത്തപ്പോ ഏട്ടത്തിക്ക് എന്തൊരു സന്തോഷമായെന്ന് കണ്ടില്ലേ? എത്ര പെട്ടെന്നാ ഏട്ടത്തി അതൊക്കെ അണിഞ്ഞ് ഏട്ടന്റെ മുന്നിലേക്ക് വന്നേ. അത് ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അത് തുടർന്ന് പോകുന്നല്ലേ നല്ലത്. ഏട്ടത്തിയുടെ ശീലങ്ങൾക്കനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതങ്ങ് കണ്ടില്ലെന്ന് അടിച്ചാ പോരെ? അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നാ പോരെ? സത്യം പറഞ്ഞാ ഞാനും രാധികയും ഏട്ടനും ഏട്ടത്തിയും നല്ല രീതിയിലായിരുന്നാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല സന്തോഷമായേനെ. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും. എടാ, ഞാൻ അവളെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. അതാ കുഴപ്പം. ഏട്ടാ, ഏട്ടത്തിയുടെ സ്വഭാവം വെച്ച് ഞാനൊരു കാര്യം പറയാം. ഏട്ടത്തിക്ക് എന്ത് കാര്യവും കൺമുന്നിൽ അത് കണ്ടേ പറ്റൂ. ഏട്ടത്തിയോട് ഏട്ടന് സ്നേഹം ഉണ്ടെങ്കിൽ ഏട്ടത്തിയോട് അത് കാണിക്കണം. അല്ലാതെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഏട്ടത്തി ഒന്ന് കൊണ്ടു നടന്നു നോക്കിയേ. പതിയെ പതിയെ ഏട്ടത്തി പാവാവും. ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരാളാവും ഏട്ടത്തി. അതെ മിസ്റ്റർ സൂര്യ, പ്രായം കൊണ്ട് താങ്കൾ എന്നെക്കാളും മുതിർന്ന ആളായിരിക്കാം. പക്ഷേ ഈ സ്നേഹത്തിന്റെ ഒരു അനുഭവം വെച്ച് അല്പം സീനിയോറിറ്റി എനിക്ക്. ദേ ഉദാഹരണമായിട്ട് എന്റെ ഭാര്യ ദേ ഇവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൈ കെട്ടി വളരെ ഗൗരവത്തോടെ ഏട്ടനോട് സംസാരിക്കാം. അല്ലാതെ ദേ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ഇയാൾക്കുണ്ടാവുന്നൊരു ഫീലില്ലേ? എന്നിട്ട് വെറുതെ തമാശയൊക്കെ പറയുമ്പോ ഇതുപോലെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് മാറി അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാ. അതേട്ടാ, അനിയന്റെ ക്ലാസ് റൂമിൽ നിന്ന് കേട്ടതെല്ലാം കൂടി ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ചു മതി. ഏട്ടത്തോട് സംസാരിക്കുമ്പോ ഒരു ബഹളം ഉണ്ടാവില്ല എന്ന് ആദ്യമായിട്ട് മനസ്സിലുറപ്പിക്കണം. ഏട്ടത്തി പറയുന്ന ഓരോ വാക്കിനും ബഹളത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതേട്ടൻ മനസ്സിൽ വെച്ച് തന്നെ നുള്ളിക്കളയണം. എന്നിട്ടേ പുറത്തേക്ക് പറയാവൂ. അതെ, കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഏട്ടൻ കൂടുതൽ റൊമാൻറ്റിക് ആവണം, അല്ലാതെ വേറൊന്നുമില്ല. അതേ പറഞ്ഞു വരുന്നേ. എടാ മതിയടാ മതി. രാധികേ, മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏട്ടന് മനസ്സിലായി. അങ്ങനെ നോക്കുമ്പോ ഏട്ടന്റെ ഭാഗത്തും ചില തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തിരക്ക് പറഞ്ഞ് ഞാൻ പലതും ഒഴിവാക്കുന്ന കൂട്ടത്തില് സ്നേഹപ്രകടനങ്ങൾക്കൊന്നും വലിയ സ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. ഇനി അതൊക്കെ ഒന്ന് മാറ്റിയേക്കാം. ജീവിതം ഒരു വലിയ പരീക്ഷണമല്ലേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ? പിന്നല്ലാതെ ഏട്ടൻ വിചാരിച്ച നടക്കാത്ത കാര്യം എന്താ ഉള്ളേ? ഏട്ടൻ നോക്കിക്കോ, കുറച്ചു ദിവസത്തിനുള്ളില് ഏട്ടൻ ഞങ്ങളോട് തന്നെ പറയും ഏട്ടത്തി ഒരു പാവമാണെന്ന്. അങ്ങനെ ഒരു 100% പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ഒരു 100% ഞാൻ ട്രൈ ചെയ്യും. അത് മതി. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിച്ചാൽ മതി. വേണ്ട വേണ്ട. എന്നിട്ട് അതിന്റെ പേരിൽ ഓരോ കോപ്രായത്തരങ്ങൾ കാണിക്കാനല്ലേ? അപ്പോ ജീവിതം ഒന്ന് പൊളിച്ചെഴുതാം അല്ലേ?